ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടാൻ ഇൻവേഴ്സ് 2x/1 - x² സിംപ്ലിഫൈ എന്ന് വന്നാൽ എക്സിന് പകരം അനുയോജ്യമായ ട്രിഗണോമെട്രിയിലെ റേഷ്യോ കൊടുത്ത് സിമ്പിളാക്കുന്ന മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് മറ്റൊരു ടൈപ്പാണ്. ടാൻ ഇൻവേഴ്സ് cos x ഡിവൈഡഡ് ബൈ 1 - sin x സിംപ്ലിഫൈ ആണ്. ഇങ്ങനെ വന്നാൽ ടാൻ ഇൻവേഴ്സ് ടാൻ വരണം. അവിടെ എക്സിന് പകരം ട്രിഗണോമെട്രിയിലെ റേഷ്യോ കൊടുക്കും. ഇവിടെ അങ്ങനെ കൊടുക്കാതെ ട്രിഗണോമെട്രിയിലെ ഫോർമുല ഉപയോഗിച്ച് ഇതിനെ മാറ്റം വരുത്തുക. ടാൻ ഇൻവേഴ്സ് അങ്ങനെ ചിന്തിക്കുമ്പം കോസ് എക്സിനെ എങ്ങനെ മാറ്റാം? അവിടെ cos 2a അതായത് cos 2θ ഈക്വൽ ടു cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നൊരു ഫോർമുലയുണ്ട്. cos 2θയ്ക്ക് 1 - 2 സൈൻ സ്ക്വയർ തീറ്റയും ഉണ്ട്. അതുപോലെ 2 cos സ്ക്വയർ തീറ്റ -1 ഉണ്ട്. 1 - tan സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 + tan സ്ക്വയർ തീറ്റ. അപ്പം cos 2θയ്ക്ക് അതിൽ അനുയോജ്യമായ ഏതും ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ cos 2x ഇല്ല, അപ്പം cos x ആണ്. 2θ ആണെങ്കിൽ cos സ്ക്വയർ ഇതിൻ്റെ ഹാഫ് തീറ്റയാണ് വരിക എല്ലായിടത്തും. അപ്പോൾ cos x ആയതുകൊണ്ട് നമ്മൾക്ക് അതിനെ ഇങ്ങനെ മാറ്റാം. cos സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2. x ഹാഫ്, അതിൽ cos സ്ക്വയർ 2θ ഈക്വൽ ടു cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇനി അതുകൊണ്ട് തന്നെ 1 എന്നൊരു വെറും 1 അല്ല. 1ന് പകരം ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ യോജിക്കുന്ന ഒരു ഫോമുലയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1ന് പകരം cos സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 എന്ന് അപ്ലൈ ചെയ്യാം. അവിടെ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇവിടെ cos സ്ക്വയർ x പ്ലസ് സൈൻ സ്ക്വയർ x 1 ആണ്. പക്ഷേ ഇവിടെ x/2 ആയതുകൊണ്ട് ആ കണ്ടീഷനിൽ കൊടുക്കുന്നേ ഉള്ളൂ 1ന് പകരം. പിന്നെ മൈനസ് ഉണ്ട്. സൈൻ എക്സ്, സൈൻ എക്സിന് നമ്മളിനി ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇതുമായിട്ട് യോജിക്കുന്ന രീതിയിലേ കൊടുക്കാവൂ. അവിടെയും ഫോമുലയുണ്ട്. സൈൻ 2θ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ആ മെത്തേഡ് ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പം സൈൻ എക്സിന് 2 സൈൻ x/2 കോസ് x/2. ഇവിടെ കോസ് എക്സിന് പകരം ഒരു ഫോമുല, 1ന് പകരം സൈൻ എക്സിന് പകരം. അപ്പം എല്ലായിടത്തും x/2 ആയതുകൊണ്ട് അതിനെ നമുക്ക് സുന്ദരമായിട്ട് മാറ്റിയെടുക്കാം. ഇവിടെ cos സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 യുടെ ഐഡൻറ്റിറ്റി ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. a സ്ക്വയർ മൈനസ് b സ്ക്വയർ, a സ്ക്വയർ മൈനസ് b സ്ക്വയർ a + b × a - b. ആ കണ്ടീഷനിൽ മാറ്റുമ്പോൾ cos x/2 പ്ലസ് സൈൻ x/2 ഇൻറ്റു cos s/2 മൈനസ് സൈൻ x/2. അവിടെ ഉപയോഗിച്ച ഫോമുല a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഈസ് ഈക്വൽ ടു a + b × a - b. അവ cos സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 cos x/2 പ്ലസ് സൈൻ x/2 cos x/2 മൈനസ് സൈൻ x/2 ഡിവൈഡഡ് ബൈ. ഇവിടെ ഇത്രയും ഭാഗം സൂക്ഷിച്ച് നോക്കിയാൽ ഇതൊരു ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷനായിട്ടാണ് കിടക്കുന്നത്. cos സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2. അപ്പോൾ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab ഇങ്ങനെ മാറ്റി എഴുതാം. cos x/2 മൈനസ് സൈൻ x/2
ദ ഹോൾ സ്ക്വയർ. അവിടെ ഉപയോഗിച്ച ഫോമുല എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഈസ് ഈക്വൽ ടു, ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും ഈ പാർട്ടും, ഇവിടെ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ ഉണ്ട്, അതും പോകും, ഓരോന്ന് ക്യാൻസൽ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് മുകളിൽ കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ താഴെ അവശേഷിച്ചിരിക്കുന്നത് കോസ് എസ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. കോസ് സൈന് കോസും സൈനും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവൈഡിങ് കോസ് എക്സ് ബൈ ടു, ഈ 4 ഭാഗത്തും കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു 1 ആവും, പ്ലസ് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ടാൻ എക്സ് ബൈ ടു ആവും, ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു 1 ആവും, മൈനസ് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ടാൻ എക്സ് ബൈ ടു. ഇത് ഒരു ഫോമുലയുടെ രൂപത്തിലായിട്ടുണ്ട്. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ ടു. അപ്പോൾ ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു. അത് ഫോമുലയാണ്. 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ ടു ആയതുകൊണ്ട് അവിടെ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു. എക്സ് ആയിരുന്നെങ്കിൽ ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ ഇവിടെ ക്യാൻസൽ ആവും. പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു. ആൻസർ ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. സിംപ്ലിഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ടാൻ ഇൻവേഴ്സ് ടാൻ വന്നാലേ ഇത് സിമ്പിളാവും. ടാൻ വരുന്നതിന് നമ്മൾ ഇതിൻ്റെ അകത്ത് മൊത്തം നോക്കുമ്പോൾ ഏതെങ്കിലും ഫോമുലയുടെ രൂപത്തിലാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ സംഭവം വളരെ സിമ്പിളാണ്. 1 മൈനസ് കോസ് എക്സ് കാണുമ്പോഴേ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന ഫോമുല അപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 2 ക്യാൻസൽ ആവും. റൂട്ട് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 ടാൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ ബൈ കോസ് ടാൻ. ടാൻ ഇൻവേഴ്സ് ഇവിടുത്തെ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പോൾ ടാൻ എക്സ് ബൈ 2. ടാൻ ഇൻവേഴ്സ് ടാൻ ക്യാൻസൽ ആവും. ബാക്കി എക്സ് ബൈ 2. ആൻസർ. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് എ പ്ലസ് സൈൻ എക്സ്. ഇവിടെ ടാൻ ഇൻവേഴ്സ് ഇങ്ങനെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എ ഡിവൈഡ് ബൈ കോസ് എക്സ് എ പ്ലസ് സൈൻ എക്സ് ഈ ടൈപ്പിനും ഡിവൈഡിങ് കോസ് എക്സ് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 ടേമിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് എക്സ് എ ബൈ കോസ് എക്സ് 1 ആകും. 1 മൈനസ് സൈൻ എക്സ് എ ബൈ കോസ് എക്സ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എ ബൈ കോസ് എക്സ് 1 ആവും. പ്ലസ് സൈൻ എക്സ് എ ബൈ കോസ് എക്സ് ടാൻ എക്സ്. ടാൻ ഇൻവേഴ്സ് ഈ പാർട്ട് ഇത് ഫോമുലയാണ്. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ എക്സ് എ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ ക്യാൻസലാണ്. പൈ ബൈ 4 മൈനസ് എക്സ്. ഇവിടെ ഉപയോഗിച്ച ഫോമുല
tan pi by 4 minus x equal to 1 minus tan x divided by 1 plus tan x. Tan pi by 4 plus x ആയിരുന്നുവെങ്കിൽ 1 plus tan x divided by 1 minus tan x. കോട്ട് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 സിംപ്ലിഫൈ ചെയ്യുക. അപ്പം സിംപ്ലിഫൈ ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തുള്ള എക്സിന് പകരം അനുയോജ്യമായ വാല്യൂ കൊടുക്കണം. ഇതിനൊരു വാല്യൂ കൊടുക്കുക, എക്സിന് ഒരു ട്രിഗണോമെട്രിയിലെ റേഷ്യോ കൊടുക്കുമ്പോൾ ഇതൊരു ഫോമുലയായിട്ട് മാറിയാൽ കോട്ട് ഇൻവേഴ്സ് അത് പിന്നെ കോട്ടാവുകയും ചെറുതാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ എക്സിന് പകരം ഏതാ കൊടുക്കുക എന്നുള്ളത് തേർഡ് മൺ ഇവിടെ ഒത്തിരി ഫോമുല എഴുതിയിട്ടുണ്ട്. അനുയോജ്യമായത് തിരഞ്ഞു പിടിക്കുക. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ ടൈപ്പ് അതിൽ ഏതെങ്കിലും കാണും. ഇപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്, അത് യോജിക്കുന്നില്ല. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. ഇത് എക്സ് സ്ക്വയർ മൈനസ് 1 1 മൈനസ് എക്സ് സ്ക്വയർ അല്ല, അതുമല്ല. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ അതുമല്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കോസ് 2 തീറ്റയുടെ ഈ എക്സ്പാൻഷനിൽ നോക്കുമ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് 1 വരുന്ന ഒരു ടൈപ്പില്ല. ഏതെങ്കിലും ട്രിഗണോമെട്രി ഇപ്പം കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 അങ്ങനെയൊന്നും ഇതിനകത്തില്ല. അങ്ങനെ അതിപ്പം ഒത്തിരി ഫോമുല ഉള്ളതിൽ നിന്ന് അനുയോജ്യമായി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഫോമുലയുടെ ലിസ്റ്റ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുമ്പം കൊസി സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ഉണ്ട്. അതിൽ കൊസി സ്ക്വയർ തീറ്റ എടുത്താൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റയാണ്. പക്ഷേ അവിടെ 1 പ്ലസ് അങ്ങനെയല്ല. പക്ഷെ നോക്കിയേ, കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ, അതുമായിട്ടൊരു യോജിപ്പ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കാൻ വന്നാൽ അപ്പോൾ എക്സിന് പകരം തീർച്ചയായിട്ടും ആ ഒരു ഫോമുല ഉള്ളത് കൊണ്ട് എക്സിന് പകരം കൊസീക് തീറ്റ. അപ്പോൾ എക്സിന് പകരം കൊസീക് തീറ്റ മാത്രമേ കൊടുക്കാവൂ എന്ന് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഇവിടെയും കൊടുക്കാം. സി സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പോൾ എക്സിന് പകരം സീക്ക് തീറ്റയും കൊടുക്കാം. രണ്ടും ഇവിടെ യോജിക്കുന്നതാണ്. ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഫോമുല എഴുതിയിട്ടത്. ഫോമുല ഒത്തിരിയുണ്ട്. അപ്പോൾ അതിൽ അനുയോജ്യമായതാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്ന ഏതാണെന്നുള്ള സംശയം വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ലെയർ എഴുതിയിട്ടത്. അപ്പം എക്സ് ഈക്വൽ ടു കൊസീക് തീറ്റ കൊടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ തീറ്റ ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. എക്സിന് കൊസീക് തീറ്റ കൊടുക്കാനുള്ള കാരണം കൊസീക് തീറ്റ കൊടുക്കുമ്പോൾ കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1 കോട്ട് സ്ക്വയർ തീറ്റ എന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് എക്സ് കൊസീക്ക് തീറ്റ. അപ്പോൾ എക്സ് സ്ക്വയർ ആകുമ്പം കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 അവിടെ ഉണ്ട്. കണ്ടോ, കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1. ഇവിടെ കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1ൻ്റെ ഫോമുല ഉണ്ട്, കോട്ട് സ്ക്വയർ തീറ്റ ആകും. ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ്, ഇത് സോൾവ് ചെയ്യണം. 1 ബൈ റൂട്ട് കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1, കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1 കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് കോട്ട് സ്ക്വയർ തീറ്റ, റൂട്ടും സ്ക്വയറും ക്യാൻസൽ, കോട്ട് തീറ്റ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 ബൈ കോട്ട് തീറ്റ ടാൻ തീറ്റയാണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ടാൻ തീറ്റയാണ് വന്നിരിക്കുന്നത്. കോട്ട് ഇൻവേഴ്സ് ടാൻ ക്യാൻസൽ ആവില്ല, കോട്ട് ഇൻവേഴ്സ് കോട്ട് വന്നേ പറ്റും. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ടാനിനെ കോട്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. കോട്ട് 90 മൈനസ് തീറ്റയാണ് ടാൻ തീറ്റ. അപ്പം ടാൻ തീറ്റയ്ക്ക് പകരം കോട്ട് 90 പൈ ബൈ 2 മൈനസ് തീറ്റ. ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് ക്യാൻസലായിട്ട് പൈ ബൈ 2 മൈനസ് തീറ്റ. ലാസ്റ്റ് സ്റ്റെപ്പ് പൈ ബൈ 2 മൈനസ് തീറ്റയ്ക്ക് പകരം കോസീക്ക് ഇൻവേഴ്സ് എക്സ്. പൈ ബൈ 2 മൈനസ് കോസീക്ക് ഇൻവേഴ്സ് എക്സ്. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൈ ബൈ 2 പ്രൂവ് ദാറ്റാണ് ചോദിക്കുന്നതെങ്കിൽ
പ്രൂവ് ദാറ്റ് കോട്ട് ഇൻവേഴ്സ് 1/√a² - 1 = π/2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണ് ചോദിക്കുന്നതിൽ ഇവിടം വരെ മതി. ചിലപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് കൂടെ അപ്പുറത്തെ സ്റ്റെപ്പിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് π/2 എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എടുക്കുകയാണെങ്കിൽ π/2 അപ്പുറത്തുണ്ട്, പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് അപ്പുറത്തുമ്പോൾ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പം കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ എടുത്താൽ π/2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ π/2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നും കൊടുക്കാം. സീക്ക് ഇൻവേഴ്സ് എക്സ്. ഇത് സിംപ്ലിഫൈ ആകുമ്പോൾ ഇവിടം വരെ ആയാലും ഇതായാലും കുഴപ്പമില്ല. പക്ഷെ പ്രൂവ് ദാറ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ ഫോർമുല കൂടി ഉപയോഗിക്കേണ്ടി വരും. ഇതേപോലെ നിങ്ങൾ എക്സിന് പകരം ഇവിടെ കൊസീക്ക് തീറ്റ കൊടുക്കുന്നതിന് പകരം സീക്ക് കൊടുത്താൽ, ഇതുപോലെ ചെയ്ത് സീക്ക് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ആദ്യ ആൻസർ ഇവിടെ π/2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ല വരുന്നത്, സീക്ക് ഇൻവേഴ്സ് എക്സ് ആദ്യം വരും. അങ്ങനെ വന്നാൽ അതിനെ വീണ്ടും π/2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിലേക്ക് മാറ്റാം. ഇതാണ് ഈ കണക്ക് സോൾവ് ചെയ്യുന്ന രീതി. അപ്പം ഓറിട്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കേണ്ടതാണ്. ഇവിടെ എക്സിന് പകരം 2 എണ്ണം യോജിക്കുന്നുണ്ട്. ഒരെണ്ണം കൊസീക്ക് തീറ്റയാണ്. അത് യോജിക്കാനുള്ള കാരണം ഇവിടെ ഉള്ള ഈ ഫോർമുലയാണ്. അങ്ങനെ ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് അവിടെ കൊസീക്ക് കൊടുത്തത്. അതുപോലെ സീക്ക് കൊടുത്തും ചെയ്യാം. σ² തീറ്റ -1 ടാൻ സ്ക്വയർ തീറ്റ ഉള്ളത് കൊണ്ട് ആ സീക്കും കൊടുത്ത് ചെയ്യാം. ഇതിൻ്റെ ഓറ് നമുക്ക് ചെയ്ത് നോക്കാം. കോട്ട് ഇൻവേഴ്സ് 1/√a² - 1 ആണ് നമ്മുടെ ചോദ്യം. സിംപ്ലിഫൈ എന്നാണ്, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ലാസ്റ്റ് ആൻസർ എടുത്ത് കൊടുത്തും ചോദിക്കാം. ഇങ്ങനെ വന്നാൽ നമ്മൾ പറഞ്ഞ പോലെ എക്സിന് പകരം അനുയോജ്യമായ വില കൊടുക്കുക. നേരത്തെ കൊടുത്തത് എക്സ് ഈക്വൽ ടു കൊസീക്ക് തീറ്റ ആയിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ കൊടുക്കുന്നു. അപ്പോൾ തീറ്റ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/√a² - 1. എക്സിന് പകരം വ്യക്തമായിട്ട് സീക്ക് തീറ്റ. അപ്പോൾ a² ആകുമ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ -1 അവിടെ ഉണ്ട്. ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/c² തീറ്റ -1. c² തീറ്റ -1 എഴുതുകയാണെങ്കിൽ c² തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അതിൽ c² തീറ്റ ഈക്വൽ ടു എടുത്താൽ 1 അപ്പുറത്തുണ്ട്, മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അപ്പുറം പോകുമ്പോൾ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി സീക്ക് സ്ക്വയർ തീറ്റ ഇവിടെ ഉണ്ട്, +1 ഇപ്പുറം വരുമ്പോൾ -1 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ട് ഇവിടെ ഉണ്ട്, σ² തീറ്റ -1. അതിന് പകരം ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/√ടാൻ സ്ക്വയർ തീറ്റ. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും, ടാൻ തീറ്റ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/tan തീറ്റ, അത് കോട്ട് തീറ്റയാണ്, ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് കോട്ട് ക്യാൻസൽ ആവും, തീറ്റ ഈക്വൽ ടു തീറ്റയ്ക്ക് പകരം സീക്ക് ഇൻവേഴ്സ് എക്സ്. ആൻസർ സീക്ക് ഇൻവേഴ്സ് എക്സ്, അവിടെ സീക്ക് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് എക്സിന് പകരം π/2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നും കൊടുക്കാം. ഇതാണ് രണ്ടിൻ്റെ ഓർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ പൂർത്തിയാക്കുന്നു. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡിലും ട്രിഗണോമെട്രിയുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ പരമാവധി കണക്കുകൾ വർക്കൗട്ട് ചെയ്യപ്പെടാൻ ശ്രദ്ധിക്കുക.